പുതുതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷത എൻ യേശു വരുമ്പോൾ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വന്ന കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തുള്ളതായ സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, നമ്മൾ ശാബത്ത് സ്കൂൾ പാഠപഠനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ക്വാർട്ടറിൽ മുഴുവൻ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ക്രിസ്തീയ ജീവിതത്തിൻ്റെയും സാക്ഷ്യത്തിൻ്റെയും സാരാംശം എന്നുള്ള ഭാഗം അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യ ലേഖനത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നതാണ്. ഈ ആഴ്ച നമുക്ക് പഠിക്കാനുള്ളത് എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി എന്നാണ്. നിങ്ങളേവരെയും ഇന്നത്തെ ഈ ശാബത്ത് സ്കൂൾ പാഠപഠനത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ പല സ്ഥലങ്ങളിലിരുന്നുകൊണ്ട്, അടുത്തും അകലെയും ഒക്കെ ആയിരുന്നുകൊണ്ട് ഇത് ശ്രദ്ധിക്കുന്ന, ഇത് കേൾക്കുന്ന, ഇത് കാണുന്ന എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പാഠപഠനത്തിലേക്ക് പ്രവേശിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, അടിയങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് കർത്താവെ, പാഠപഠനത്തിലേക്ക് അടിയങ്ങൾ പ്രവേശിക്കുന്നു. ഈ പാഠത്തിലൂടെ അടിയങ്ങൾ എന്തൊക്കെ ഗ്രഹിക്കണമെന്നാണോ അവിടുന്ന് ആഗ്രഹിക്കുന്നത് അത് അടിയങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. അടിയങ്ങളത് മനസ്സിലാക്കി അതും പ്രകാരം അടിയങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ സഹായിക്കണം. ഈ പാഠപഠനത്തിൻ്റെ ആദ്യോടന്തം അവിടുത്തെ നടത്തിപ്പ് കൂടെ ഇരിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം സ്വർഗീയ പിതാവേ, ആമേൻ. ഒരിക്കൽ കൂടി നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥനയോടെ പാഠം പഠിക്കാം. നമുക്ക് പഠിക്കാനുള്ളത് എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി എന്നുള്ളതാണ്. അതിൻ്റെ മനഃപ്പാഠവാക്യം 1 കൊരിന്ത്യർ 10-ാമത്തെ അധ്യായം 31-ാമത്തെ വാക്യമാണ്. അതിങ്ങനെ വായിക്കുന്നു: ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവീൻ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരൊറ്റ വാക്യത്തെ, ഈ മനഃപ്പാഠവാക്യം മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ ഈ പാഠം തീരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വേറെ ഒന്നും അതിനകത്തില്ല. എന്താണ് അവിടെ പറയുന്നത്? നമ്മൾ ഈ പാഠത്തിലൂടെ ശ്രദ്ധിച്ചു പോകുമ്പോൾ ആഹാരത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്, വിവാഹത്തിൻ്റെ കാര്യം പ്രതിപാദിക്കുന്നുണ്ട്, സ്നേഹത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട്, ഭൂതകാലത്തിന് പഠിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്, വിഗ്രഹാരാധനയെക്കുറിച്ച് പറയുന്നുണ്ട്, വിഗ്രഹാരത്തെക്കുറിച്ചുള്ള ഇങ്ങനെയുള്ള വിവിധങ്ങളായ കാര്യങ്ങൾ ഇവിടെ പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ എല്ലാം കൂടി നമ്മൾ കൂട്ടി വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത്, നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവീൻ. അപ്പോൾ ഈ ഒരൊറ്റ വാക്യം നമ്മൾ ശ്രദ്ധിച്ച് നമ്മുടെ ജീവിതത്തെ അതും പ്രകാരം കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ ബാക്കി പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുകയാണ്. നമ്മൾ വിഗ്രഹാരാധനയെക്കുറിച്ച് നമുക്കൊന്നും പറയേണ്ടി വരത്തില്ല, വിഗ്രഹാർപ്പിത ആഹാരം ഭക്ഷിക്കുന്നതിനെക്കുറിച്ച് നമുക്കൊന്നും പറയേണ്ടി വരത്തില്ല, ലൈംഗികമായ കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ടി വരത്തില്ല, ദുർനടപ്പിനെക്കുറിച്ച് പറയേണ്ടി വരത്തില്ല, ഒന്നും പറയേണ്ടി വരത്തില്ല. അതുകൊണ്ട് ഈ മനഃപ്പാഠവാക്യം വളരെ പ്രാധാന്യമുള്ള വാക്യമാണ്. അവിടെ എടുത്തു പറയുകയാണ്, തിന്നുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നു, കുടിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നു. മാത്രമല്ല, എന്തു ചെയ്താലും നമ്മളപ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിനു മുമ്പ് നമ്മളുടെ ചിന്തയിൽ എന്താണോ വരുന്നത് അതാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ചാണെങ്കിൽ നമ്മുടെ പ്രവൃത്തി അങ്ങനെ തന്നെയാവും. വളരെ ലളിതമായിട്ടാണ് ആ കാര്യം വരുന്നത്. നമ്മുടെ ചിന്താഗതികൾ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതാണെങ്കിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം അങ്ങനെയാവും. അപ്പോൾ നമ്മൾ തിന്നുന്നതും നമ്മൾ കുടിക്കുന്നതും നമ്മൾ സംസാരിക്കുന്നതും നമ്മൾ യാത്ര ചെയ്യുന്നതും നമ്മൾ വായിക്കുന്നതും എല്ലാം ദൈവത്തിന് മഹത്വമുള്ളതായി തീരുവാൻ അതിടയാവും. അങ്ങനെ ചെയ്യുമെങ്കിൽ ബാക്കി പ്രശ്നങ്ങളെല്ലാം അവിടെ തീരുകയാണ്. അപ്പോൾ ഈ പാഠത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒന്നാമത്തെ കാര്യം, എല്ലാം ദൈവനാമ മഹത്വത്തിനായി ചെയ്യണം എന്നുള്ളതാണ്. കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നമ്മൾ പഠിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് നമ്മുടെ ശരീരം.
ആ പരിശുദ്ധാത്മ നമ്മൾ വസിക്കുമെങ്കിൽ ദുർനടപ്പ് വിട്ടൊഴിയാൻ നമുക്ക് കഴിയും എന്നതിനെക്കുറിച്ച് നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ പഠിക്കാനുണ്ടായി. ഈ ആഴ്ച നമ്മൾ വീണ്ടും പരിശോധിക്കുമ്പോൾ വിഗ്രഹാരാധനയുടെ കാര്യം. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മന്ദിരമായിരിക്കുമ്പോൾ ദുർനടപ്പ് ഒഴിഞ്ഞു പോകാൻ നമുക്ക് കഴിയും. അതുപോലെ വിഗ്രഹാരയിൽ നിന്ന് ദൈവനാമ മഹത്വത്തിനായി, ദൈവത്തിൻ്റെ മഹത്വത്തിനായി നമ്മളെല്ലാം ചെയ്യുമെങ്കിൽ നമുക്ക് വിഗ്രഹാരാധനയിൽ നിന്ന് ഓടിപ്പോകാൻ കഴിയുമെന്ന് നമുക്ക് ഈ ആഴ്ചയിലെ പാഠത്തിലൂടെ കാണാൻ കഴിയും. അപ്പോൾ വിഗ്രഹാരാധന എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഏതെങ്കിലും ഒരു രൂപം കല്ലിലോ മരത്തിലോ വേറെ ഏതെങ്കിലും സാധനത്തിലോ കൊത്തിവെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ പോയി വണങ്ങുന്നത് മാത്രമാണ് വിഗ്രഹാരാധന എന്ന് ഒരുപക്ഷെ നമ്മൾ തെറ്റിദ്ധരിച്ചേക്കാം. എന്നാൽ അപ്പോസ്തലൻ പൗലോസ് ഇവിടെ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത് അതല്ല. അത് മാത്രമല്ല വിഗ്രഹാരാധന എന്ന് അപ്പോസ്തലൻ പൗലോസ് അത് വളരെ വ്യക്തമായി നമ്മളെ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്കതിൻ്റെ ഞായറാഴ്ചത്തെ ഭാഗത്തേക്കൊന്ന് പ്രവേശിച്ച് നോക്കാം. ഞായറാഴ്ചത്തെ ഭാഗത്ത് വരുമ്പോൾ അവിടെ പറയുന്നത് അറിവിന് എതിരെ സ്നേഹം എന്നാണ്. അത് 1 കൊരിന്ത്യർ 8-ാമത്തെ അധ്യായം 1 മുതൽ 13 വരെയുള്ള വേദഭാഗമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ പറയുന്നത് ചില കാര്യങ്ങൾ നമുക്ക് വായിച്ചു നോക്കാം. വിഗ്രഹ അർപ്പിതങ്ങളുടെ കാര്യം പറഞ്ഞാലോ നമുക്ക് എല്ലാവർക്കും അറിവുണ്ട് എന്ന് നമുക്കറിയാം. പൗലോസ് തുടങ്ങുന്നത് എങ്ങനെയാണ്? വിഗ്രഹ അർപ്പിതങ്ങളുടെ കാര്യത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിവുണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ ആ അറിവ് എന്ത് ചെയ്യുന്നു? അത് അഹങ്കരിക്കുന്നു, അല്ലെങ്കിൽ അത് ചീർപ്പിക്കുന്നു. സ്നേഹമാണ് ആവശ്യമെന്ന് പറയുന്നു. സ്നേഹമാണെങ്കിൽ അത് ആത്മീക വർധന വരുത്തുന്നു. പിന്നെ പറയാണ്, താൻ വല്ലതും അറിയുന്നു എന്ന് ഒരുത്തിന് തോന്നുന്നെങ്കിൽ അറിയേണ്ടതുപോലെ അവൻ ഇന്ന് വരെ ഒന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ അപ്പോസ്തലൻ പൗലോസ് ആദ്യം പറയാണ് വിഗ്രഹ അർപ്പിതങ്ങളെ കൂടെ കാര്യം നമുക്കെല്ലാവർക്കും അറിയാം എന്ന് നമുക്കറിയാം. എല്ലാവർക്കും അറിയാവുന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ നമ്മൾ ഇതുവരെ അറിയേണ്ടതുപോലെ ഒന്നും അറിഞ്ഞിട്ടില്ല. ഇനി ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നു എങ്കിലോ അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു. വിഗ്രഹ അർപ്പിതങ്ങളെ തിന്നുന്നതിനെക്കുറിച്ചോ ലോകത്തിൽ വിഗ്രഹം ഏതുമില്ല എന്നും ഏകദൈവമല്ലാതെ ദൈവമില്ല എന്നും അറിയുന്നു. ഇങ്ങനെ ദൈവത്തെ നമ്മൾ അറിയുന്നുവെങ്കിൽ, ദൈവനാമ മഹത്വത്തിനെ നമ്മൾ ചെയ്യുന്നുവെങ്കിൽ ദൈവം നമ്മളെ അറിയുകയും നമ്മളിലൂടെ ദൈവസ്നേഹം വർദ്ധിക്കുകയും നമ്മൾ വിഗ്രഹാർപ്പിതത്തിലേക്ക് പോകാതെ, വിഗ്രഹാരാധനയിലേക്കും പോകാതെ അതിൽ നിന്ന് വിട്ടൊഴിയുമെന്ന് അപ്പോസ്തലൻ പൗലോസ് നമ്മളെ ഇതിലൂടെ അറിയിക്കുകയാണ്. എന്നാൽ എന്താണ് പറയുന്നത്? യേശുക്രിസ്തു എന്ന ഏക കർത്താവ് നമുക്കുണ്ട്. അവൻ മുഖാന്തരം സകലവും അവൻ മുഖാന്തരം നാമും ആകുന്നു. എന്നാൽ എല്ലാവരിലും ഈ അറിവില്ല. ചിലർ ഇന്ന് വരെ വിഗ്രഹ പരിചയം ഹേതുവായി വിഗ്രഹ അർപ്പിതം എന്ന് വെച്ച് തിന്നുന്നു. അവരുടെ മനസാക്ഷി ബലഹീനമാകിയാൽ മലിനമായി തീരുന്നു. എന്നാൽ ആഹാരം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല. തിന്നാഞ്ഞാൽ നമുക്ക് നഷ്ടമില്ല, തിന്നാൽ ആദായവുമില്ല. എന്നാൽ നിങ്ങളുടെ ഈ സ്വാതന്ത്ര്യം ബലഹീനന്മാർക്ക് യാതൊരു വിധത്തിലും തടങ്ങലായി വരാതിരിപ്പാൻ നോക്കുവിൻ. അറിവുള്ളവനായ നീ ക്ഷേത്രത്തിൽ ഭക്ഷണത്തിന് ഇരിക്കുന്നത് ഒരുത്തൻ കണ്ടാൽ ബലഹീനനെങ്കിൽ അവൻ്റെ മനസാക്ഷി വിഗ്രഹാർപ്പിതങ്ങളെ തിന്നുവാൻ തക്കവണ്ണം ഉറക്കയില്ലയോ? ആർക്കു വേണ്ടി ക്രിസ്തു മരിച്ചുവോ ആ ബലഹീന സഹോദരൻ ഇങ്ങനെ നിന്റെ അറിവിനാൽ നശിച്ചു പോകുന്നു. ഇങ്ങനെ സഹോദരന്മാരുടെ നേരെ പാപം ചെയ്ത് അവരുടെ ബലഹീന മനസാക്ഷിയെ ദണ്ഡിപ്പിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനോട് പാപം ചെയ്യുന്നു. ആകയാൽ ആഹാരം എൻ്റെ സഹോദരന് ഇടർച്ചയായി തീരുമെങ്കിൽ എൻ്റെ സഹോദരന് ഇടർച്ച വരാതിരിക്കേണ്ടതിന് ഞാൻ ഒരു നാളും മാംസം തിന്നുകയില്ല എന്ന് അപ്പോസ്തലൻ പൗലോസ് ഇവിടെ കൊരിന്ത്യർ ലേഖനത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ചിലർക്ക് നമ്മളതിൻ്റെ അടുത്ത ഭാഗങ്ങളിലൊക്കെ പോകുമ്പോൾ അത് വളരെ വിശദമായി അവിടെ കുറച്ചുകൂടി വിശദീകരിക്കുന്നുണ്ട്. ചിലരുടെ മനസാക്ഷി വളരെ ശക്തമാണ്, വളരെ സ്ട്രോങ് ആണ്. അവർക്ക് ഇതൊന്നും ഒരു ബാധകമല്ല. അവരെല്ലാം അതിനെ വളരെ ലാഘവത്തോടെ കാണുകയാണ്. അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല, ഞാൻ അതിനെ ഒരു ആഹാര പദാർത്ഥമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ, അല്ലെങ്കിൽ അതിനെ ഒരു ആഹാരമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. അതിൽ യാതൊരു വിധമായ വിഗ്രഹ അർപ്പിതമായ പ്രാർത്ഥനയുടെ അംശം അതിൽ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് എനിക്കത് ഭക്ഷിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് കരുതിക്കൊണ്ട് ഭക്ഷിക്കുന്നവരുണ്ടാകാം. അവൻ്റെ മനസാക്ഷി ശക്തമാണ്. എന്നാൽ വേറെ ചിലർ അവൻ ശീലിച്ചു വന്നിരുന്നതായ ചില കാര്യങ്ങളുണ്ട്, അതിൽ നിന്ന് അവൻ പൂർണ്ണമായി മുക്തി നേടിയിട്ടില്ല. ആ സമയത്താണ്
നമ്മളെക്കാട്ടിലും ഒരുപാട് കാലങ്ങളായി, ഒരുപാട് നാളുകളായി ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ഒരാൾ ക്ഷേത്രത്തിൽ വിഗ്രഹാർപ്പിതമായ ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ അവൻ അയ്യോ ഇങ്ങനെ താണ്ട് വിഗ്രഹാർപ്പിതം കഴിക്കുന്നു, ഇതെന്തൊരു തെറ്റാണ്, അത് ഭൂതങ്ങൾക്ക് അർപ്പിച്ചതാണ് എന്ന് അവൻ അറിയാവുന്നത് കൊണ്ട് ഇത് കഴിക്കുമ്പോൾ അവൻ ദൈവത്തോടല്ല അവൻ്റെ ബന്ധം എന്ന് മറ്റവൻ ചിന്തിച്ചുകൊണ്ട് എന്നാൽ പിന്നെ എനിക്കും ഇതൊക്കെ ചെയ്യാമല്ലോ, അവനത് ചെയ്യും. ഈ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒന്ന് അതിനെ വിഗ്രഹാർപ്പമായിട്ട് കാണാതെ അവൻ ഭക്ഷിക്കുന്നു, മറ്റവൻ അത് വിഗ്രഹാർപ്പിതം ഭക്ഷിക്കാം എന്ന രീതിയിൽ അതിനെ കാണുന്നു. അപ്പോൾ മറ്റവൻ എന്ത് സംഭവിക്കുന്നു? അവൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു. അവിടെയാണ് പൗലോസ് ചോദിക്കുന്നത്, നിന്റെ മനസ്സാക്ഷി, നിനക്ക് വളരെ കോൺഫിഡൻസ് ഉണ്ട്, നീ വളരെ കോൺഫിഡൻ്റ് ആണ്, പക്ഷേ മറ്റവൻ അങ്ങനെയല്ല. മറ്റവൻ അങ്ങനെ അല്ലാത്തത് കൊണ്ട് നീ ചെയ്യുന്ന ഈ പ്രവൃത്തി അവൻ്റെ വിശ്വാസം ഇല്ലാതെ നഷ്ടപ്പെട്ടു പോകാൻ കാരണമായി തീരുമ്പോൾ, യേശു ആർക്കു വേണ്ടിയാണോ മരിച്ചത് അവന് വേണ്ടി കൂടിയല്ലേ? നീ കാരണം അവൻ വിശ്വാസത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നെങ്കിൽ നീ എന്ത് ചെയ്യുന്നു? പാപം ചെയ്യുന്നു. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, സഹോദരന് ഇടർച്ച വരാതിരിക്കേണ്ടതിന് ഞാൻ ഒരു നാളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭക്ഷിക്കുകയില്ല. അപ്പോൾ അറിവ് എന്ന് പറയുന്നത് എങ്ങനെയാവണം? അറിവ് ഇടർച്ച വരുത്താൻ പാടില്ല. അറിവിൽ ഞാൻ അഹങ്കരിച്ചുകൊണ്ട് എൻ്റെ അറിവ് മറ്റൊരുത്തൻ്റെ വിശ്വാസത്തെ, അല്ലെങ്കിൽ മറ്റൊരുത്തന് ക്രിസ്തുവിലേക്ക് ഉണ്ടാകുന്ന വിശ്വാസത്തെ നശിപ്പിക്കുന്ന വിധത്തിൽ എൻ്റെ അറിവ് ഉപയോഗിക്കാൻ പാടില്ല. ആ അറിവ് ഞാൻ അങ്ങനെ ഉപയോഗിക്കുന്നെങ്കിൽ അറിവിനെ അറിയേണ്ടുന്ന വിധം ഞാനൊന്നും അറിയുന്നില്ല എന്നാണ് പൗലോസ് പറയുന്നത്. മറിച്ച് ഞാൻ സ്നേഹം ഉൾക്കൊള്ളുന്നുവെങ്കിൽ, എന്നിൽ സ്നേഹമുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ സ്നേഹം എന്നിലുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ക്രിസ്തു അവന് വേണ്ടി മരിച്ചു, എനിക്കും വേണ്ടി മരിച്ചു. അപ്പം എനിക്ക് ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ടെങ്കിലും ആ കാഴ്ചപ്പാട് അവൻ്റെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്താൻ ഇടവരുത്തുമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അവന് വേണ്ടി എൻ്റെ ഈ കാഴ്ചപ്പാടിനെ മാറ്റിവെക്കണം, അത് ഞാൻ ത്യജിക്കണം എന്ന് പൗലോസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ അറിവിന് എതിരെ സ്നേഹമാണ് ആവശ്യമെന്ന് അപ്പോസ്തലൻ പൗലോസ് ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സ്നേഹമില്ലാതെ അറിവ് ഒരു മോശം കാര്യമായി ചിലപ്പോൾ മാറിയേക്കാം എന്നത് പറയുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇടർച്ചക്കല്ലായി മാറുന്നത്? നമ്മൾ ഇടർച്ചക്കല്ലായി മാറുന്നത് എങ്ങനെ? മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ, മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 14 മുതലുള്ള വാക്യം നമ്മൾ വായിച്ചാൽ അവിടെ പറയുന്നത്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മലമേൽ ഇരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല തണ്ടിന്മേൽ അത്ര വെക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മേൽ പ്രകാശിക്കട്ടെ. അപ്പോൾ നമ്മുടെ വിഗ്രഹാർപ്പിതത്തിൻ്റെ കാര്യമായാലും ശരി, നമ്മുടെ ആഹാരത്തിൻ്റെ കാര്യമായാലും ശരി, ഏത് കാര്യമായാലും ശരി, മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് എന്ത് ചെയ്യണം? സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കണം. അപ്പം നമ്മൾ യേശുക്രിസ്തു പറഞ്ഞു, യേശുക്രിസ്തുവാണ് ലോകത്തിൻ്റെ വെളിച്ചം. പിന്നീട് പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. അപ്പം നമ്മൾ ക്രിസ്തുവിൽ നിന്ന് ആ വെളിച്ചം നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ആ വെളിച്ചം പ്രകാശിപ്പിച്ച് ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകുന്ന വിധത്തിൽ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന്, ആ വെളിച്ചം മൂലം സ്വർഗസ്ഥനായ പിതാവിന് മഹത്വം ഉണ്ടാകുന്ന വിധത്തിൽ നമ്മുടെ വെളിച്ചം അവരുടെ മുമ്പിൽ വെളിപ്പെടുത്തേണ്ടതാകുന്നു. വീണ്ടും അതേ 25-ാമത്തെ അധ്യായം, മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പോയാൽ അവിടെ 34 മുതൽ വാക്യം പറയുന്നത് എന്താണ്? രാജാവ് തൻ്റെ വലത്തുള്ളവരോട് എന്താണ് പറയുന്നത്? എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് നമ്മുടെ മനസ്സാക്ഷിക്കനുസരിച്ച് നമ്മുടെ വെളിച്ചം നമ്മൾ എങ്ങനെ പ്രകാശിപ്പിക്കുന്നു എന്ന് ദൈവം എപ്പോഴും മനസ്സിലാക്കുന്നുണ്ട് എന്നത് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? മറ്റുള്ളവർക്ക് ഒരു ഇടർച്ചയാവാൻ പാടുള്ളതല്ല. അതാണ് ഈ പാഠം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതാണ് ബലഹീനനായവനും ബലവാനായതുകൊണ്ട് അവൻ്റെ ആ കാഴ്ചപ്പാട് മുഖാന്തരം അത്രയും കാഴ്ചപ്പാടില്ലാത്ത, അല്ലെങ്കിൽ അത്രയും മനസാക്ഷി ഉറപ്പില്ലാത്ത ഒരാൾ നഷ്ടപ്പെട്ടു പോകാൻ ഇടയാകുമെങ്കിൽ ഞാനത് മാറ്റിവെക്കണമെന്ന് പൗലോസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ നിസ്വാർത്ഥ സ്നേഹം എന്നതാണ്. അവിടെ അപ്പോസ്തലൻ പൗലോസ് നമ്മോട് പറയുന്നത്,
സ്നേഹത്തിൽ നിന്നുള്ള ആത്മത്യാഗം എന്താണ് അർത്ഥമാക്കുന്നത് എന്നതിന് 1 കൊരിന്ത്യർ 9-ാമത്തെ അധ്യായം 1 മുതൽ 6 വരെ എന്താ പറയുന്നത്? ഞാൻ സ്വതന്ത്രനല്ലയോ, ഞാൻ അപ്പോസ്തോലനല്ലയോ, നമ്മുടെ കർത്താവ് യേശുവിനെ ഞാൻ കണ്ടിട്ടില്ലയോ, കർത്താവിൽ ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നിങ്ങളല്ലയോ, മറ്റുള്ളവർക്ക് ഞാൻ അപ്പോസ്തോലൻ അല്ലെന്ന് വരികിൽ എങ്ങനെയെങ്കിലും നിങ്ങൾക്കാകുന്നു, കർത്താവിൽ എൻ്റെ അപ്പോസ്തോലത്വത്തിൻ്റെ മുദ്ര നിങ്ങളല്ലോ, എന്നെ വിധിക്കുന്നവരോട് ഞാൻ പറയുന്ന പ്രതിവാദം ഇതാകുന്നു, തിന്നുവാനും കുടിപ്പാനും ഞങ്ങൾക്ക് അധികാരമില്ലയോ? ശേഷം അപ്പോസ്തലന്മാരും കർത്താവിൻ്റെ സഹോദരന്മാരും കേഫാവും ചെയ്യുന്നത് പോലെ ഭാര്യയായ ഒരു സഹോദരിയുമായി സഞ്ചരിപ്പാൻ ഞങ്ങൾക്ക് അധികാരമില്ലയോ? അല്ല, വേല ചെയ്യാതിരിപ്പാൻ എനിക്കും ബർന്നബാസിനും മാത്രം അധികാരമില്ല എന്നുണ്ടോ? നോക്കണം, ഇവിടെ എന്താണ് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്? അപ്പോസ്തലൻ പറയുന്നത് പൗലോസ് തൻ്റെ അപ്പോസ്തോലത്വത്തെ ഒന്ന് പ്രതിരോധിക്കുന്നതായി നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. അറിവും സ്നേഹവും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് തോന്നുന്നുവെങ്കിലും ഇവിടെ അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് അന്ന് എക്കാലത്തും, അല്ലെങ്കിൽ വേദപുസ്തകം നമ്മൾ പരിശോധിച്ചാൽ, വേല ചെയ്യുന്നവൻ കൂലിക്ക് യോഗ്യനാണ്, ആടിനെ മേയ്ക്കുന്നവൻ അതിനെ കൊണ്ട് ഉപജീവനം കഴിക്കണം എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ അപ്പോസ്തലൻ പൗലോസ് എന്ത് ചെയ്തിട്ടുണ്ട്? അന്ന് സുവിശേഷ വേല ചെയ്യുമ്പോൾ പൗലോസിന് വേണമെങ്കിൽ അവരിൽ നിന്ന് തനിക്ക് ആവശ്യമുള്ളതൊക്കെ കൈപ്പറ്റാമായിരുന്നു. എങ്കിലും പൗലോസ് അങ്ങനെ ചെയ്തില്ല, മറിച്ച് കൂടാരപ്പണി ചെയ്തതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ അടുത്ത ചോദ്യം എന്താണ്? വിശ്വാസിയായ ഒരു ഭാര്യയെ കൂടെ കൊണ്ടുപോകുവാൻ പാടില്ലേ? അവരുടെ കൂടെ സുവിശേഷ വേലയ്ക്ക് കൊണ്ടുപോകാൻ പാടില്ലേ? അപ്പോസ്തോലന് സഭയുടെ ചെലവിൽ ഭാര്യയോടൊപ്പം മിഷണറി യാത്ര നടത്തുവാൻ അനുവാദമുണ്ടായിരുന്നു. മിഷണറി ദമ്പതികളുടെ ഉദാഹരണങ്ങൾ പ്രിസ്കയും അക്വിലയും അന്താനിക്കോസും യൂനിയയും ആ കൂട്ടത്തിൽ ഉൾപ്പെടുന്നവരാണ്. അപ്പോൾ പൗലോസ് അന്ന് അവിവാഹിതനായിരുന്നു എന്നാണ് ഈ പാഠത്തിലൂടെ പറയുന്നത്. അതിന് പല കോൺട്രവേഴ്സിയൊക്കെ ഉണ്ട്, ഞാൻ അതിലേക്കൊന്നും വരുന്നില്ല. അദ്ദേഹത്തിന് വിവാഹം ചെയ്യുവാനും തുടർന്ന് ഇരുവർക്കും സാമ്പത്തിക പിന്തുണയോടെ ഒരു ഭാര്യയോടൊപ്പം ആയിരിക്കുന്നതിനുള്ള അവകാശം പ്രയോജനപ്പെടുത്തുവാനും കഴിയുമായിരുന്നു. ഉപജീവനത്തിനായി വേല ചെയ്യാതിരിക്കുക. ബർന്നബാസിനും അവരുടെ മിഷണറി വേലയ്ക്കുള്ള വേതനത്തിന് അവകാശമുണ്ടായിരുന്നു. പൗലോസ് തൻ്റെ ഉപജീവനത്തിന് വേണ്ടി കൂടാരപ്പണി ചെയ്തു, എന്നാൽ ബർന്നബാസിൻ്റെ തൊഴിൽ നമുക്ക് വേദപുസ്തകം നമ്മളെ അറിയിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം വളരെ ഉദാരമതിയായിരുന്നു എന്ന് നമുക്കറിയാം. അങ്ങനെ അദ്ദേഹം സ്വയം പോറ്റുവാൻ ആഗ്രഹിച്ചിരുന്നു. പൗലോസും ബർന്നബാസും സഭയിൽ നിന്നും ഉപജീവനം കണ്ടെത്തുന്നത് ന്യായമാണെന്നത് കാണിക്കുന്നതിനാണ് ഈ വാക്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ ഉപജീവിക്കണം. മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത് എന്ന് എഴുതിയിരിക്കുന്ന കാര്യവും പൗലോസ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എങ്കിലും പൗലോസ് പറയുന്നത് ഇതൊന്നും ഞാൻ പ്രയോഗിച്ചിട്ടില്ല. അങ്ങനെ പൗലോസ് സ്വയം ത്യജിക്കുന്നതിൻ്റെ ഒരു ദൃഷ്ടാന്തമായി സ്വയം അവതരിപ്പിക്കുകയും ഇത് കൊരിന്തിയിൽ സുവിശേഷം പ്രസംഗിക്കുന്നതിന് ഗുണം ചെയ്യുമെന്ന് വാദിക്കുകയും ചെയ്യുന്നു. കർത്താവിന് വേണ്ടി കൂടുതൽ ഫലപ്രദമായ ഒരു സാക്ഷിയാകുവാൻ നമ്മൾക്ക് അർഹതയുള്ളതാണെങ്കിലും ഉപേക്ഷിക്കുന്നതാണ് നല്ലതെന്ന് കരുതുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ പൗലോസിന് വേണമെങ്കിൽ ഈ പ്രവൃത്തിയൊക്കെ ചെയ്യുമ്പോൾ, ഒരു ആത്മീകമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഭൗതിക കാര്യങ്ങൾ അവരിൽ നിന്ന് എടുക്കാവുന്നതാണ്. പിന്നെ ഭാര്യയായൊരു സഹോദരിയുടെ കൂടെ യാത്ര ചെയ്യുന്നത് മറ്റുള്ളവർക്കാകാമെങ്കിൽ എനിക്ക് കൂടെ ചില വിവാദങ്ങൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ പൗലോസ് അതിനെ കാര്യങ്ങളെല്ലാം നല്ലതായി പോകണം. നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. ആ തരത്തിൽ അതിനെ കാണണമെന്ന വിധത്തിലാണ് പൗലോസ് അതിനെ അവതരിപ്പിക്കുന്നത്. എന്നാൽ ഇതൊക്കെ എനിക്ക് ചെയ്യാമായിരുന്നെങ്കിലും ഞാൻ എന്ത് ചെയ്തു? സുവിശേഷ വേല വർദ്ധിച്ചു വരണം, ഞാൻ സ്വാർത്ഥനായി എന്തെങ്കിലും ചെയ്തു എന്ന് പറയാതിരിക്കുവാനും നിസ്വാർത്ഥമായ സ്നേഹം തന്നിൽ ഉള്ളതുകൊണ്ട് ആ സ്നേഹം എല്ലാവരിലേക്കും എത്തിക്കണമെന്നുള്ള താല്പര്യത്തോടെ തനിക്ക് അവകാശപ്പെടാവുന്നതൊക്കെ തനിക്ക് അവകാശപ്പെട്ടതാണെങ്കിലും അതൊന്നും ഉപയോഗിക്കാതെ അതെല്ലാം ത്യജിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ തയ്യാറായി എന്നതാണ് ഇതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്ത ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ, ചൊവ്വാഴ്ചത്തെ ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ ഭൂതകാലത്തിൽ നിന്ന് പഠിക്കുന്നു എന്നുള്ളതാണ്. സ്വന്തം അനുഭവത്തിൽ നിന്ന് ആത്മത്യാഗത്തിൻ്റെ ഒരു ഉദാഹരണം നൽകിയ ശേഷമാണ് പൗലോസ് വിഗ്രഹാരാധനയുടെ വിഷയത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അത് 1 കൊരിന്ത്യർ 10-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി കാണാൻ കഴിയും. 10-ലെ ആശയം എന്താണ്? നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന്മേൽ
ആയിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു, എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു, മോശയോട് ചേർന്നു, എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ ആകാതിരിക്കേണ്ടതിന് തന്നെ ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികളാകരുത്. അവരിൽ ചിലർ പരസംഗം ചെയ്ത് ഒരു ദിവസത്തിൽ 23,000 പേർ വീണുപോയതുപോലെ നാമും പരസംഗം ചെയ്യരുത്. അവരിൽ ചിലർ പരീക്ഷിച്ച് സർപ്പങ്ങളെ നശിച്ചു പോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. അപ്പോൾ ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു, നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. അപ്പോൾ പൗലോസോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണ്. ഞാൻ നിൽക്കുന്നു എന്ന്, ഞാൻ വലിയ മിടുക്കനാണ്, ഞാൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവനാണ് എന്നൊക്കെ തോന്നിയിരിക്കുന്നെങ്കിലും നിനക്ക് വീഴാനുള്ള സാഹചര്യം വരുന്നുണ്ട് എന്ന് നീ അറിയാതിരിക്കരുത്. അത് നിനക്കിപ്പോൾ അറിവില്ലായിരിക്കാം, നീ അത് അറിയണമെന്ന് പൗലോസ് ഓർമ്മിപ്പിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. അപ്പോൾ സാധാരണ പരീക്ഷകളൊക്കെ വരുന്നത് സാധാരണമാണ്, മനുഷ്യർക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് നേരിട്ടുള്ളൂ. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയുടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. അതുകൊണ്ട് പ്രിയരെ, വിഗ്രഹാരാധന വിട്ടോടുവിൻ. നിങ്ങൾ വിവേകികൾ എന്ന് വെച്ച് ഞാൻ പറയുന്നത് വിവേചിപ്പാൻ നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു, നാം എല്ലാവരും ആ ഒരേ അപ്പത്തിന് അംശികളാകുന്നുവല്ലോ. അപ്പോൾ ഇങ്ങനെ അപ്പോസ്തലൻ പൗലോസ് ഈ അർപ്പിതങ്ങളുടെ കാര്യങ്ങളും വിഗ്രഹാരാധന കാര്യങ്ങളൊക്കെ അതെന്താണെന്ന് പറയുന്നു? അത് ഭൂതങ്ങളുടെ പാനപാത്രം എന്ന് പറയുന്നു. മറ്റത് കർത്താവിൻ്റെ തിരുവത്താഴ ശുശ്രൂഷയെക്കുറിച്ച് പൗലോസ് ഇവിടെ പ്രതിപാദിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ മനസാക്ഷി, നമ്മൾ ബലവാനാണ്, നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം, ഞാൻ ഉറപ്പായിട്ട് നിലനിൽക്കും എന്നൊക്കെ കരുതുന്നവൻ പരീക്ഷ വരാൻ സാധ്യതയുണ്ട്, അത് അറിഞ്ഞിരിക്കണമെന്നും. എന്നാൽ നടപ്പില്ലാത്ത അസാധ്യമായ പരീക്ഷ ഒന്നും വരത്തില്ല, വന്നാൽ അതിനെ നേരിടാൻ ആവശ്യമായ കൃപ ദൈവം തരും എന്നുകൂടി അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഭൂതകാലത്തിൽ എന്ത് സംഭവിച്ചു, ഇസ്രായേലിയർക്ക് എന്താണ് സംഭവിച്ചത് എന്നത് നാം മനസ്സിലാക്കണം. ഇസ്രായേലിയർക്ക് എന്ത് സംഭവിച്ചു എന്നത് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ പാപങ്ങൾ ചെയ്തു. അവർക്ക് നൽകപ്പെട്ട പദവികൾ അവരുടെ പാപങ്ങളെ കൂടുതൽ വഷളാക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. പിന്നീട് എന്താണ്, അവരുടെ മത്സരം അവർക്ക് മരണത്തിലേക്ക് അവരെ കൊണ്ടുപോയി വിട്ടു. അവരിൽ ഇതെല്ലാം അനുഭവിച്ചവരും ക്രിസ്തു എന്ന പാറയിൽ നിന്ന് കുടിച്ചവർ എന്ത് ചെയ്തില്ല? ദൈവപ്രസാദം ലഭിച്ചില്ല എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. വീണ്ടും പുരാതന ഇസ്രായേലിനെതിരെ നമ്മൾ വിരൽ ചൂണ്ടുമ്പോൾ അവർ ഗുരുതരമായ പാപങ്ങൾ ചെയ്തു എന്ന് പറയുന്നത് നമുക്ക് എളുപ്പമാണ്. എങ്കിലും ക്രിസ്തുവിൻ്റെ ചരിത്രം അറിയുവാനുള്ള വലിയ പദവി ഉണ്ടായിരുന്നിട്ടും ക്രിസ്ത്യാനികൾ സമാനമായ പാപങ്ങൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പൗലോസ് വാദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. അപ്പോൾ ആ നോക്കിക്കൊള്ളണം അല്ലെങ്കിൽ കരുതിക്കൊള്ളണം എന്ന് പറയുന്നത് പാപങ്ങളിൽ വീഴുവാനുള്ള അപകടത്തിലാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിരുന്നില്ല എന്നാണ്. ഇന്ന് നാം അതേ അപകട സാധ്യത നേരിടുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഓക്കെ, അപ്പോൾ ദൈവം ഇവിടെ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടെയുള്ളതായ, അല്ലെങ്കിൽ നമ്മൾ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കണം എന്നാണ്. ആദ്യത്തെ നമ്മുടെ മനഃപ്പാഠവാക്യം ഇവിടെയൊക്കെ പ്രസക്തമാണ്. നമ്മൾ എന്ത് ചെയ്താലും ദൈവനാമ മഹത്വത്തിനായി ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അടുത്ത ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ വിഗ്രഹ ആരാധനയ്ക്ക് എതിരായ മുന്നറിയിപ്പാണ്. ഇത് കൊരിന്ത്യർ ലേഖനത്തിൽ വീണ്ടും 10-ാം അധ്യായത്തിലാണ് വീണ്ടും നമ്മൾ കാണുന്നത്. അവിടെയും എന്താണ്, 14 മുതൽ 22 വരെയുള്ള ഭാഗത്ത് നമ്മൾ കാണുമ്പോൾ വിഗ്രഹാരാധന വിട്ടോടുവിൻ, നിങ്ങൾ വിവേകികൾ എന്ന് വെച്ച് ഞാൻ പറയുന്നത് വിവേചിപ്പീൻ. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ?
അപ്പം ജഡപ്രകാരമുള്ള ഇസ്രായേലിനെ നോക്കുവിൻ, യാഗങ്ങൾ ഭുജിക്കുന്നവർ യാഗപീഠത്തിൻ്റെ കൂട്ടാളികളല്ലയോ? ഞാൻ പറയുന്നത് എന്ത്? വിഗ്രഹാർപ്പിതം വല്ലതും ആകുന്നു എന്നോ വിഗ്രഹം വല്ലതും ആകുന്നു എന്നോ അല്ല. ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല, ഭൂതങ്ങൾക്ക് കഴിക്കുന്നു എന്നത്രേ. എന്നാൽ നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികളാകുവാൻ എനിക്ക് മനസ്സില്ല. നിങ്ങൾക്ക് കർത്താവിൻ്റെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രവും കുടിപ്പാൻ പാടില്ല. നിങ്ങൾക്ക് കർത്താവിൻ്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും അംശികളാകുവാനും പാടില്ല. അല്ല നാം കർത്താവിന് ക്രോധം ജ്വലിപ്പിക്കുന്നുവോ? അവനേക്കാൾ നാം ബലവാന്മാരോ? എത്ര വ്യക്തമായിട്ടാണ് പൗലോസ് ചോദിക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, വിഗ്രഹ അർപ്പിതം എന്ന് പറയുന്നത് ഭൂതങ്ങൾക്ക് അർപ്പിക്കുന്നതാണ്. അപ്പോൾ ഒരാൾക്ക് ഇത് രണ്ടും കൂടെ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് നമ്മൾ വേദപുസ്തകത്തിൽ പഠിച്ചത് എന്താണ്? 2 വള്ളത്തിൽ കാല് വെക്കാൻ പാടില്ല, 2 തോണിയിൽ കാല് വെക്കാൻ പാടില്ല, 2 യജമാനന്മാരെ സേവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് വിഗ്രഹ ആരാധന വിട്ടോടുവീൻ. എന്തുകൊണ്ട് വിട്ടോടണം? അത് ഭൂതങ്ങളുടെ ആരാധനയാണ്. ഭൂതങ്ങളെ അത് നിങ്ങൾക്ക് കർത്താവിൻ്റെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രവും കുടിക്കാൻ നിങ്ങൾ പാടില്ല. ദൈവം എന്താണ് ആവശ്യപ്പെടുന്നത്? ദൈവം പൂർണ്ണ ഹൃദയത്തോടെയുള്ള വിശ്വസ്തത ആവശ്യപ്പെടുന്നുവെന്ന് പൗലോസ് പഠിപ്പിക്കുന്നു. വിഗ്രഹാരാധന കർത്താവിന് ക്രോധം ജനിപ്പിക്കുന്നു. അങ്ങനെ സംഭവിക്കാതിരിക്കുവാൻ ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. അപ്പോൾ വിഗ്രഹാരാധനയ്ക്കെതിരെ തെറ്റുപറ്റാത്ത ഒരു നിയമം പൗലോസ് നൽകുന്നു. എന്താണത്? എല്ലാവർക്കും ഉപരി ദൈവം ജീവിക്കുന്നു എന്ന ആശയത്തോട് യേശു കൂട്ടിച്ചേർത്തു, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിഗ്രഹ ആരാധന എന്ന് പറയുന്നത് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു പ്രതിമയോ ഏതെങ്കിലും ഉണ്ടാക്കിയ വസ്തു മാത്രമല്ല. ആ വിഗ്രഹാരാധനയ്ക്ക് അതിൽ വിശാലമായ അർത്ഥമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വ്യാഴാഴ്ചത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ 1 കൊരിന്ത്യർ 8-ാമത്തെ അധ്യായം വീണ്ടും നമുക്കൊന്ന് പരിശോധിക്കാം. വിഗ്രഹ അർപ്പിതങ്ങളുടെ കാര്യം പറഞ്ഞാലോ നമുക്കെല്ലാവർക്കും അറിവുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ അതെന്താണ് സംഭവിക്കുന്നത്? അത് അഹങ്കാരം വർദ്ധിപ്പിക്കുകയാണ്. മറിച്ച് സ്നേഹമുണ്ടെങ്കിൽ വിഗ്രഹാരാധനയെ മറികടക്കാൻ സ്നേഹത്തിലൂടെ മാത്രമേ കഴിയത്തുള്ളൂ. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം അന്വേഷിക്കട്ടെ. മറ്റുള്ളവരോടുള്ള സ്നേഹം മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ നോക്കിയാൽ 10-ാമത്തെ അധ്യായം വായിക്കാമെങ്കിൽ അവിടെ ഈ ഒരുവൻ പുറപ്പെട്ടവൻ, നല്ല ഗുരു, നിത്യജന അവകാശമാകാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ യേശു പറഞ്ഞത് കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെ അമ്മയും ബഹുമാനിക്കുക. അവൻ പറഞ്ഞു ഇതൊക്കെ ഞാൻ ചെറുപ്പം മുതൽ പ്രമാണിച്ചു വരുന്നു പറഞ്ഞു. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചിട്ട് എന്ത് പറഞ്ഞു? ഒരു കുറവ് നിനക്കുണ്ട്, നീ ഇപ്പോൾ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർ കൊടുക്കുക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും എന്ന് പറഞ്ഞു. പക്ഷെ അവനും സംഭവിച്ചു, അവൻ ചുറ്റുപാടുമുള്ള ആളുകളെക്കാട്ടിൽ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുന്നതിന് പകരം അവൻ തൻ്റെ ധനത്തെ സ്നേഹിച്ചു. അത് അവൻ്റെ വിഗ്രഹാരാധനയാണ്. അതാണ് മുമ്പ് ഞാൻ പറഞ്ഞത്. വിഗ്രഹാരാധന എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രതിമയെ നമസ്കരിക്കുന്നത് മാത്രമല്ല, നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പങ്കുവയ്ക്കുന്നു. കാരണം യേശു ക്രിസ്തു ആഗ്രഹിക്കുന്ന എന്താണ്? ദൈവം ആഗ്രഹിക്കുന്ന എന്താണ്? ആരും നശിച്ചു പോകരുത്, എല്ലാവരും രക്ഷ പ്രാപിക്കണം. അതിനാണ് യേശു വന്നത്. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വവും സ്നേഹത്തിൽ എല്ലാവരോടും യേശുവിനെ തുറന്നു കാണിക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് കാണിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾക്കേതാണ് പ്രാധാന്യം, നമ്മുടെ മുൻഗണന എന്തിനാണ് എന്നതാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. നമ്മൾ ആ സ്നേഹത്തിനാണ് മുൻഗണന കൊടുക്കുന്നതെങ്കിൽ അതാണ് നമ്മുടെ മനഃപ്പാഠവാക്യം. നമ്മൾ എന്ത് ചെയ്താലും ദൈവനാമ മഹത്വത്തിനായി ചെയ്യുന്നുവെങ്കിൽ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ നന്നായി സ്നേഹിക്കുവാൻ നമുക്ക് കഴിയും. അങ്ങനെ കഴിയുന്നില്ലെങ്കിൽ നമ്മളും വിഗ്രഹ ആരാധനയിൽ പങ്കുചേരുന്നു. ഓരോരുത്തരുടെയും വിഗ്രഹാരാധന ഓരോ രീതിയിലായിരിക്കാം. ചിലർ പ്രതിമയ്ക്ക് മുമ്പിൽ നമസ്കരിക്കുന്നുണ്ടാവും, ചിലർക്ക് പണമായിരിക്കാം, വേറെ ചിലർക്ക് ചില ശീലങ്ങളായിരിക്കാം. ഇതൊക്കെ വിഗ്രഹ അർപ്പിതമായി വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് അപ്പോസ്തലൻ പൗലോസ് നമ്മളെ വളരെ വ്യക്തമായി നമ്മോട് പറയുകയാണ്, വിഗ്രഹാർപ്പിതം വിട്ടോടുവീൻ, വിഗ്രഹത്തെ വിട്ടോടുവീൻ. ന്യായപ്രമാണത്തിലെ മഹത്തായ 2 കൽപ്പനകളെയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണ്? കർത്താവ് പറഞ്ഞു, ഒന്ന് ദൈവത്തോടുള്ള സ്നേഹം, മറ്റേത് മനുഷ്യരോടുള്ള സ്നേഹം. ഇത് രണ്ടും നമ്മൾ
അനുസരിക്കുമെങ്കിൽ, ഇത് രണ്ടും നമ്മൾ ചെയ്യുമെങ്കിൽ നമ്മൾ ദൈവനാമ മഹത്വത്തിനായി തന്നെയാണ് ചെയ്യുന്നതെല്ലാം. അപ്പോൾ ആ ധനികനായ യുവാവിൻ്റെ പ്രശ്നം നമ്മൾ മനസ്സിലാക്കുന്നതാണ്. അവന് ദൈവത്തെയും അയൽക്കാരെയും സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അവൻ എന്തിനെ സ്നേഹിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അവൻ പണത്തെ സ്നേഹിച്ചു. അപ്പോൾ ഭൂമിയിലെ തൻ്റെ നിധിയെ സ്വർഗത്തിലെ നിധിയേക്കാൾ അവൻ വിലമതിച്ചു. ദരിദ്രരെക്കാൾ തൻ്റെ പണത്തെ അവൻ വിലമതിച്ചു. വിഗ്രഹ ആരാധനയായിരുന്നു യേശുവിൻ്റെ ഉപദേശങ്ങളെ പിന്തുടർന്ന് ദൈവത്തെ എല്ലാത്തിലും ഉപരി സ്നേഹിക്കുക, അയൽക്കാരനെ തന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്ന പ്രമാണം നമ്മൾ മനസ്സിലാക്കുമെങ്കിൽ നിശ്ചയമായും വിഗ്രഹാരാധന വിട്ടോടുവാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എന്ത് ചെയ്താലും എല്ലാം ദൈവനാമ മഹത്വത്തിനായി ചെയ്യണം. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുമെങ്കിൽ നമുക്ക് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കാൻ കഴിയും എന്നതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ പാഠത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഓരോ വിഷയമെടുത്ത് വ്യക്തതയോടുകൂടി പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കുവാനും നമ്മുടെ വിശ്വാസത്തിൻ്റെ ജീവിതത്തിൻ്റെ മാതൃക കൊണ്ട് മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് നേടുകയും എന്ന ഉദ്ദേശമാണ്. പ്രത്യേകിച്ച് ഈ പാഠം എന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതത്തിൻ്റെയും സാക്ഷ്യത്തിൻ്റെയും സാരാംശമാണ്. അപ്പം നമ്മളെ കണ്ടു വേണം മറ്റുള്ളവർ ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളായി തീരുവീൻ, എന്നെ അനുകരിപ്പീൻ എന്ന് പൗലോസിന് പറയാൻ കഴിഞ്ഞതുപോലെ നമുക്ക് ഓരോരുത്തർക്കും പറയാൻ കഴിയണമെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളിൽ ഉണ്ടാവണം. ഒരുവനെ നേടുവാൻ തക്കവണ്ണം അവൻ്റെ മനസ്സാക്ഷിക്കനുസരിച്ച് ഞാൻ ചെയ്യുന്ന ഏതെങ്കിലും കാര്യങ്ങൾ അവനെ ബലഹീനപ്പെടുത്തുന്നതാണെങ്കിൽ, അവൻ്റെ വിശ്വാസത്തിന് ഭംഗം വരുത്തുന്നതാണെങ്കിൽ അവന് വേണ്ടി ഇത് ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാവണം. എനിക്ക് അവകാശപ്പെട്ടതെല്ലാം നേടിയെടുക്കുക എന്നുള്ളതായിരിക്കരുത് എൻ്റെ ലക്ഷ്യം. മറിച്ച് ഞാനത് നേടിയെടുത്ത് ഇല്ലെങ്കിലും മറ്റുള്ളവരിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തെ എത്തിക്കുവാൻ ഞാൻ അതൊക്കെ ഉപേക്ഷിച്ചാലും കുഴപ്പമില്ല. അങ്ങനെ ഉപേക്ഷിക്കാൻ ഒരു നിസ്വാർത്ഥമായ മനസ്സ് നമുക്കുണ്ടാകണം എന്ന് പൗലോസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ പാഠം നമ്മുടെ ജീവിതവുമായി നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏതെങ്കിലും വിധത്തിലുള്ളതായ വിഗ്രഹാരാധനയുണ്ടോ? നമ്മൾ എന്തിനെങ്കിലും ദൈവത്തെക്കാൾ അധികം സ്നേഹിക്കുന്നുണ്ടോ? അതൊരു പക്ഷേ നമ്മുടെ പണമാകാം, നമ്മുടെ പദവിയാകാം, നമ്മുടെ പേരാകാം, നമ്മുടെ മക്കളെ ആവാം, പലതുമാകാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മൾക്കൊരാളെ നേടാൻ കഴിയാതെ പോകുന്നുണ്ടോ ക്രിസ്തുവിലേക്ക്? എങ്കിൽ നമ്മൾ അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അല്ല ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് മാറ്റിവെക്കുവാനും അത് ദൈവനാമ മഹത്വത്തിന് പ്രയോജനപ്പെടുന്ന വിധത്തിൽ ക്രമീകരിച്ചുകൊണ്ട് പോകാനും നമ്മൾ മനസ്സിൽ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പാഠത്തിൻ്റെ സാരാംശം നമ്മൾ പരിശോധിക്കാമെങ്കിൽ മറ്റുള്ളവരിലേക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ വരച്ച് കാണിക്കുക എന്നതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ഉദ്ദേശം. ആ നിലയിലേക്ക് നമ്മൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവനാമ മഹത്വത്തിനായി ദൈവത്തിൻ്റെ പ്രകാശം, ദൈവത്തിൻ്റെ വെളിച്ചം മറ്റുള്ളവരിലേക്ക് പ്രകാശിപ്പിക്കുവാൻ, ആ പ്രകാശം സ്വീകരിച്ച് ക്രിസ്തുവിനെ അറിയുവാൻ, ക്രിസ്തുവിലേക്ക് കടന്നു വരുവാൻ, ക്രിസ്തുവിൻ്റെ അനുകാരികളായി തീരുവാൻ ദൈവം എല്ലാവരെയും ഇടയാക്കട്ടെ. അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് ദൈവം നമ്മളെ നയിക്കുവാറാകട്ടെ. നമ്മൾ നിൽക്കുന്നു എന്ന് വിചാരിക്കാതെ വീഴാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. കാരണം നമ്മളെപ്പോഴും വീണു പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥനയോടെ കൂടെ നമുക്ക് മുന്നേറാം. അതിനെ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പാഠത്തിൽ ഞാൻ വിരമിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് പാഠം അവസാനിപ്പിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഇതുവരെയും ഈ പാഠഭാഗത്തിലൂടെ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവനാമ മഹത്വത്തിനായി ചെയ്യുവിൻ എന്നുള്ളതായ മനപ്പാഠവാക്യം ഞങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കർത്താവെ, ഇത്രയും സമയം വിവിധങ്ങളായ കാര്യങ്ങൾ ചിന്തിക്കാൻ ഞങ്ങളെ സഹായിച്ചല്ലോ. ഞങ്ങൾ ചർച്ച ചെയ്തതും ഞങ്ങൾ പഠിച്ചതും ഞങ്ങൾ ഗ്രഹിച്ചതും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കിക്കൊണ്ട് മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശു നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കണം സ്വർഗീയ പിതാവേ. ഏവർക്കും നല്ല ദിവസം നേരുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു.